നമസ്കാരം. വെള്ളൈക്കടവ് പാലത്തിൻ്റെ സമീപത്തു നിന്ന് പുളിയറക്കോണത്തേക്ക് പോകുമ്പോൾ വലതുവശത്ത് ഒരു ചെറിയ തട്ടുകടയുണ്ട്. നമ്മളിടയ്ക്ക് അവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർന്നൊരു വലിയ നെല്ലി നിൽപ്പുണ്ട്. അത്രയും വലിയ നെല്ലി സാധാരണ റോഡ് സൈഡിൽ കണ്ടിട്ടില്ല. അങ്ങനെ ആ നെല്ലി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ താവോട്ട് വീണ്ടും പല മരങ്ങൾ നമ്മൾ സാധാരണ കാണാത്ത ഭദ്രാക്ഷം, നീർമാതളം ഇങ്ങനെയൊക്കെയുള്ള മരങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അതിന് ശേഷം അതൊരു 2.5 സെൻറ്റിൽ ഒരാൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളാണ്. ഞങ്ങൾ പലപ്പോഴും കേരളത്തിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യം ഇല്ലാതാകുന്ന ഇവിടെ നമ്മൾ ടൈല് പാകിയും കരിങ്കല്ല് പാകിയും ഉള്ള ഏറ്റവും കുഞ്ഞ് പുല്ലിനെ പോലും എടുത്ത് കളഞ്ഞും മഴവെള്ളം താഴാതെയും ഒക്കെ നമ്മൾ ജൈവവൈവിധ്യം ഇല്ലാതാക്കുമെന്ന് പറയാറുണ്ട്. ഈ 2.5 സെൻറ്റ് സത്യം ഒരു മനുഷ്യൻ എങ്ങനെ ജൈവവൈവിധ്യത്തെ, അതിന് സ്ഥലം പോലും വേണ്ട, ജസ്റ്റ് കഷ്ടിച്ച് 2.5 സെൻറ്റ് സ്ഥലം കൊണ്ട് മാത്രം അത് എത്ര അധികം ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഈ ചെടികളിലേക്ക് പോകാം. അദ്ദേഹം ചെറുതായിട്ട് വൈദ്യ കാര്യങ്ങൾ സ്വയം പഠിക്കുകയും ആരെയൊക്കെ ശിഷ്യപ്പെട്ട്, നമ്മൾ പണ്ട് ഗൃഹവൈദ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ പഠിച്ചു വരുന്ന കാര്യങ്ങളല്ല, എണ്ണ കാച്ചൽ തൊട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു വരികയും അപ്പോൾ അതിനാവശ്യമായ മരുന്നുകൾ വെച്ചുപിടിപ്പിക്കുകയും അത് ആവശ്യക്കാർക്ക് സൗജന്യമായി കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ശിവൻ. ഞാൻ അവിടെ ആ മരങ്ങൾ കണ്ടാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി ഔഷധച്ചെടികളാണല്ലോ അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അത് വളരെ കുറഞ്ഞൊരു സ്ഥലമാണ്. താങ്കളുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലത്തും മരം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അത് എന്താണ് ഇത് നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത്? എന്താണ്? ആ നെല്ലിയൊക്കെ നല്ല പ്രായമുണ്ടല്ലോ. വളരെ കാലമായി, 40-45 വർഷം വരെ ആയി ആ നെല്ലിക്കൊക്കെ അല്ലേ? നല്ല കാതലുള്ള നെല്ലിയായിട്ട് അത് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മരങ്ങളുടെ ഒരു താല്പര്യം വന്നത്? എങ്ങനെയാണ് താല്പര്യം? ആശ്രമത്തിൽ ചേർന്ന്, പിന്നെ വൈദ്യം കുറേ കൂട്ടിലൊക്കെ പഠിച്ച് മരുത്തോമലയിൽ പോവും. അപ്പോൾ അങ്ങനെ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറേ താല്പര്യമായി. പിന്നെ എവിടെ കണ്ടിരുന്നാലും ഈ ആളുകൾക്ക് ഗുണമുള്ള ഏതെങ്കിലും മരുന്നുകളെ കണ്ടാൽ ഞാൻ അവിടുന്ന് ചോദിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ പുറമ്പോക്കലൊക്കെ നിൽക്കണമെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇത് പല ആളുകളും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും, ഇന്ന മരമല്ലേ, അതിൻ്റെ ഇല അല്പം വേണം. പിന്നെ ഈ കാലിൻ്റെ ഉപ്പിറ്റിയൊക്കെ വേദനയാണെങ്കിൽ എരുക്കിൻ്റെ ഇല വെള്ളത്തിൽ പിഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ച് അതിൽ ചവിട്ടി അത് വെള്ളം കോരി ഒഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എരുക്കിനെ നട്ടി വെച്ചിട്ടുണ്ട്. ഒരു പൈസ ആരെയൊന്നും വാങ്ങിക്കാറില്ല. ഈ ഭദ്രാക്ഷം സാധാരണ നമ്മൾ കാണാത്തൊരു ചെടിയാണ്. ഭദ്രാക്ഷം എവിടുന്ന് എങ്ങനെ കൊണ്ടുവന്നാണത്? ഭദ്രാക്ഷം എന്ന് പറഞ്ഞാൽ 8-ാം കല്ല് കളറോണിൻ്റെ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു വീട്ടിൻ്റെ അവിടെ നടയിൽ നിന്നു. അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കമ്പ് ഒടിച്ചു തന്നു. ഞാൻ അതിനെ കൊണ്ടുവന്ന് വളരെ സൂക്ഷിച്ച് കൊണ്ട് നട്ട് അതിനെ ദിവസവും നോക്കി വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അതിനെ പൊടിപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അതങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ പലവർക്കും ഇതിൻ്റെ കമ്പ് ഒടിച്ച് കൊടുത്തത് എൻ്റെ ആശ്രമത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ കാ വരും. അപ്പോൾ ഈ കായ ഒരുമാതിരി ചിരട്ട പോലെ ഇരിക്കും. ചുരണ്ടി പറക്കിയൊക്കെ എടുത്താൽ അത് മാല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലൂടെ കുറേ കൂടുതൽ കമ്പമായി. അപ്പോൾ ഇത് അവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുള്ളേ, ആ സ്ഥലം ഒരുമാതിരി കിഴുക്കാൻ തൂക്കായ സ്ഥലമാണ്. മുകളിൽ നിന്ന് നേരെ താഴോട്ട് നടന്നിറങ്ങാൻ പോലും വയ്യാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലങ്ങളിൽ ഈ ചെടി പിടിപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ പാടല്ലേ, വെള്ളം ഒഴിച്ചാൽ നിൽക്കില്ല. വളരെ ഇതിലാണ്. മറ്റേ നെല്ലിയാണല്ലേ? നെല്ലി കുറച്ച് പ്രായമായ നെല്ലിയാണല്ലോ. നല്ല 45 വർഷം. ഈ താഴെ കിടക്കുന്ന നിർമ്മാതളാണ്. ഞാൻ പണ്ട് ഡൽഹിയിൽ ഇത് ചെല്ലുമ്പോൾ അവിടെ ഈ പഞ്ചാബി എന്നുള്ളൊരു ശ്രീ മാധവിക്കുട്ടി എന്ന് ഇതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു, നീർമാതളത്തെക്കുറിച്ച്, നീർമാതളം പൂത്ത കാലം. അപ്പോൾ എന്താ ഈ നീർമാതളം എന്ന് ചോദിച്ചിട്ട് അത് എന്താ ചെടിയെന്നും അതിൻ്റെ പ്രത്യേകത എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പൂവാങ്കുറുന്തലൊക്കെ പിന്നെ സാധാരണ പോലെ വളരുന്നതാണ്. കുറുന്തോട്ടികളും കുറുന്തോട്ടി ഉണ്ട് അല്ലേ? കുറുന്തോട്ടിയുണ്ട്. ഇത് അമൃതവള്ളിയാണ്. ഇത് ഉഴിഞ്ഞയാണ്. അതുപോലെ ഇത് ആ നീർമാതളം തന്നെയാണ്. നീർമാതളം എന്ത് വേറൊരു പേര് പറഞ്ഞാൽ മാവളങ്ങോ? മാവലിംഗം. മാവലിംഗം. വലിയ മരം കൂവളാണ്. ഇത് മരുന്നാണ് രാമച്ച. ഈ മണ്ണ് ഇടിഞ്ഞു പോയിരിക്കാൻ നല്ലതാണ്. ഇത് ഭദ്രാക്ഷം. ഈ സാധനം സത്യത്തിൽ ഈ ചെടി കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ്. ഈ ഭദ്രാക്ഷം അങ്ങനെ അധികം എല്ലായിടത്തും ഇല്ല. ഇതാണ് നീർമാതളാണ്. ഇത് വാദംപറത്തി എന്ന് പറയും. വാദംപറത്തി. ഈ കൈകാലിനൊക്കെ വെള്ളം തിളപ്പിച്ച് കുളിക്കാം. മാതളം. ഈ തലയുടെ ആകൃതിയുള്ള കുടങ്ങലാണ്. ഇത് മുറികൂട്ടി പച്ചില. കൈകാൽ മുറിഞ്ഞാൽ അതിനെ കശക്കി വെച്ച് കൊടുത്താൽ. ഇത് മുക്കുറ്റിയാണ്. ഇത് ചെറുപൂളയാണ്. ബലിപ്പൂവ്. ഇത് പൂവാങ്കുരുന്നില. മുത്തങ്ങ. ഇത് കിരിയാത്താണ്. ഇത് പുഷ്കരമുല്ലയാണ്.
ചതുരമുല്ല എന്ന് പറഞ്ഞ സാധനം ചിലന്തി വിഷത്തിന് നല്ലതാണ്. ചിലന്തി വിഷത്തിന് നല്ലതാണ് അല്ലേ. പിന്നെ ഇത് കൂവയാണ്. കൂവയ്ക്ക് അപ്പുറം നിൽക്കുന്ന കൊടുവേരിയാണ്. അതായത് ആവണക്ക, മുളന്താമര, പനിക്കുറുക്ക. ഇത് ഇഞ്ചി, ഇത് കറ്റാർ വാഴ, ഇത് നമ്മുടെ ഇവനാണ് കേട്ടോ കീഴാർനെല്ലി, തുളസി, പുളിഞ്ചിക്ക, പുളിഞ്ചിക്ക, ആനപ്പുളിഞ്ചി, കാട്ടുള്ളി, ആനച്ചോടിയ. ഇവൻ്റെ അടുക്ക് നന്ദിയാർ വട്ട അല്ലേ. അത് ചെറുപുള്ളരിയാണ്. ചെറുപുള്ളി, രാമതുളസി. ഇതാണ് എരിക്ക്. ഇത് പേര, ലെവലോലിക്ക. ഇപ്പുറത്തേക്കില്ല കപ്പ, വെറ്റ. ഇടയ്ക്കൊരു കോവൽ പള്ളിയുണ്ട്. ഇതെല്ലാം കൂടെ ഇപ്പോൾ എത്ര സെൻറ്റ് സ്ഥലം കാണും? ഇത് 1.5? ഇത് ഒരു 2 സെൻറ്റ് കാണുമല്ലേ. ഉപജീവനത്തിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒന്നും ചെയ്യില്ല. ഞാൻ ഒരു മേസ്തിരി പണിക്കാരനായിരുന്നു, കൊത്തം മേസ്തിരി. അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ സുഖമില്ലാതെ ആയപ്പോൾ അത് മതിയാക്കിയപ്പോൾ പിന്നെ എണ്ണ ഉണ്ടാക്കും, തലയ്ക്കുള്ള എണ്ണ ഉണ്ടാക്കും. പിന്നെ അത്യാവശ്യത്തിന് തൈലം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും, ചെറിയൊരു വിലയ്ക്ക്. അപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പം 73 വയസ്സ്. ഈ കാഴ്ചയ്ക്ക് ഇപ്പോൾ പ്രശ്നം വേണ്ട. കാഴ്ചയ്ക്ക് പ്രശ്നം വലത് കണ്ണിൽ വെള്ള എഴുത്ത് കാരണം അത് വന്ന് ഞാൻ ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടർമാരൊക്കെ കൊണ്ട് എല്ലാമൊക്കെ ചെയ്ത് ഇപ്പോൾ അതിലൊന്നും ഒരു കുറവ്. പിന്നെ അങ്ങ് ഇപ്പോൾ പിന്നെ അത് ഒരു കണ്ണിൽ ചെറിയൊരു പ്രകാശമുണ്ട്, ഇടത് കണ്ണിൽ. പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു. അതായത് ഇത് സർജറി ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നല്ലേ ഉള്ളൂ? മാറാൻ അവർ ഈ തലയ്ക്ക് ചെറിയ ഞരമ്പിന് കേടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റില്ല. സർജറി ചെയ്യാൻ പറ്റുന്നൊരു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അങ്ങ് പിന്നെ മതിയാക്കി വേണ്ട, ഇത് മതി. അതെ, അദ്ദേഹത്തിന് ആ കണ്ണിനെ കുറിച്ചുള്ള പരാമർശത്തിന് അദ്ദേഹത്തിനൊരു ജീവിത വീക്ഷണമുണ്ട്. കാരണം വെച്ചാൽ കാഴ്ചയ്ക്ക് പോയി ഡോക്ടർമാരെ കണ്ടു, ചികിത്സിക്കാൻ നോക്കി. അപ്പോൾ അത് ചികിത്സിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പൊതുവെ ഉള്ള കാര്യം കൊണ്ട് സംതൃപ്തനാകുക എന്നുള്ള ഒരു നിലപാടാണ്. അത് തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. ആ താമസിക്കാൻ വീടിന് ചുറ്റുമുള്ള വളരെ ചെറിയ സ്ഥലത്ത് പോലും കഴിയുന്നത്ര മരങ്ങൾ വെക്കുക, അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടുക, അത് അത്രയും കഷ്ടപ്പെട്ടത് വെച്ച് പിടിപ്പിച്ചിട്ട് അത് സൗജന്യമായിട്ട് കൊടുക്കുക. എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവമാണ്. അപ്പോൾ ഈ അപൂർവമായിട്ടുള്ള കുറേ ആളുകളെ നമ്മൾ ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം നല്ല സമയത്ത് മറ്റേ മരുത്തോമലയിൽ പോയി ചെടികൾ ശേഖരിച്ചുകൊണ്ട് വന്ന് കൊടുത്തിരുന്ന ഒരാളാണ്. ഇപ്പം വയസ്സിൻ്റെ ഒരു ഇതായി ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ കണ്ടത് 2.5 സെൻറ്റിൽ അദ്ദേഹം നട്ടുവളർന്ന ചെടികളാണ്. ഈ 2.5 സെൻറ്റ് തന്നെ ത്രികോണാകൃതിയിലാണ്, 2 റോഡുകൾക്കിടയിലായിട്ടാണ്. അതുകൂടാതെ അവിടെ അദ്ദേഹം 2 ചെറിയ കെട്ടിടങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള സ്ഥലത്ത് അദ്ദേഹം നട്ടുവളർത്തുന്ന ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. നമ്മളിപ്പോൾ അവിടെ കണ്ട ചെടികൾ സാധാരണ കാണാത്തതെന്നോ അല്ലെങ്കിൽ ഇതല്ല, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ചെടികളാണെല്ലാം. ചെറിയ ചെടികൾ തന്നെ ആനച്ചോടി, മുക്കുറ്റി, കറ്റാർവാഴ, പുഷ്കരമുല്ല, നന്ദ്യാർവട്ടം, ചെറിയ ആടലോടകം, ചുണ്ട, ബ്രഹ്മി, ബലിപ്പൂവ്, പിന്നെ കൊടങ്ങൽ, പിന്നെ വലിയ മരങ്ങൾ മറ്റേ ഭദ്രാക്ഷം, പേര, മുള്ളാത്ത, നെല്ലി, നൊച്ചി, കൂവളം. അപ്പോൾ എത്ര മരങ്ങളാണ്. ഇപ്പോൾ ഇത്രയും മരം ഓഫാനായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ അവിടെ കണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇത്രയും മതി ശരിക്കും 2-3 സെൻറ്റുള്ള ആളുകൾക്ക് പോലും വലിയ തോതിൽ നമ്മുടെ ഈ ബയോ ഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ 100 കണക്കിനുള്ള ഏക്കറുള്ള ആളുകൾ പോലും അതിനെ നമ്മൾ ഏകവിളയായിട്ട് മാറ്റുകയും ആ ഏകവിള ഒരു ക്യാഷ് ക്രോപ്പ് അല്ലെങ്കിൽ അത് സാമ്പത്തികമായിട്ട് നഷ്ടമാകുന്ന ഒരു സമയത്ത് ഈ ക്യാഷ് ക്രോപ്പിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് പറമ്പ് അവിടെ കിടക്കുന്നു. അവിടെ അപ്പോൾ കാട് പോലും വളരില്ല. റബ്ബർ തോട്ടത്തിൽ മറ്റേ ഒരു കളയായിട്ട് വളരുന്ന പയർ മാത്രമാണ് പല റബ്ബർ തോട്ടങ്ങളിലും ഇപ്പോൾ വളരുന്നത്. ബാക്കി അവിടുത്തെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചെടികളെയൊക്കെ പണ്ടേ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമ്പത്ത് അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളുടെ ഉടമകൾ, ചെറിയ സ്ഥലങ്ങളുടെ ഉടമകളായ വലിയ മനുഷ്യർ, അവരെ ചെറിയ മനുഷ്യരെന്ന് പറയാനൊക്കില്ല, ആ വലിയ മനുഷ്യർ ഇപ്പോഴും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഇനിയുള്ളതെങ്കിലും പോകാതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ശരിക്കും ഇതിനടുത്ത് എവിടെയെങ്കിലും ഒരു സ്കൂളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കോളേജ് വല്ലതും ഉണ്ടെങ്കിൽ, ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൊരു കോളേജ് ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള മുഴുവൻ ചെടികളും ഇവിടുന്ന് കിട്ടും. ഈ ചെടികളൊന്നും ഇപ്പോൾ എങ്ങും കാണാനില്ലാത്തതാണ്. കോളേജിൻ്റെ പരിസരത്ത് എന്തായാലും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ കണ്ടുപിടിക്കാനും അവരുടെ ആ സംരക്ഷണ പ്രവർത്തനത്തിന് കഴിയുന്ന പിന്തുണ കൊടുക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്.